അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് പാലാ സെന്റ് തോമസ് കോളേജ് സുവോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കടുവാ ദിനാചരണവും 2026-27 അധ്യയന വർഷത്തെ സുവോളജി അസോസിയേഷന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജോൺ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടുവകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിനും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജോൺ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇന്ത്യയിലെ കടുവ സംരക്ഷണം എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണവും സാങ്കേതിക സെക്ഷനും നയിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ കാലയളവാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു നല്ല കോളേജിൽ പോകുന്നു, നല്ല ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പഠിക്കുന്നു. രണ്ട് ഉപദേശിക്കുന്ന വലിയ ഇതൊന്നുമില്ല, എൻ്റെ ഒരു സജഷനായിട്ട് കൂട്ടിയാൽ മതി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കീപ്പ് എ പാഷൻ. നമ്മൾ പഠിക്കുന്ന വിഷയത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതിയോട് അത് പാഷനേറ്റായിട്ട് ചെയ്യുമ്പോൾ അതിനൊരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ കീപ്പ് എ പാഷൻ. ആ പാഷൻ വേണമെങ്കിൽ ഹോബിയായിട്ട് ക്ലബ് ചെയ്യാം, ചെയ്യാനായിട്ടൊക്കെ അത് നമ്മുടെ കരിയറുമായിട്ട് ചേർത്തിണക്കാനൊക്കെ ആയിട്ട് സാധിക്കും. രാജ്യത്തെ കടുവ സംരക്ഷണ പദ്ധതികൾ, കടുവകൾ നേരിടുന്ന വെല്ലുവിളികൾ, വന്യജീവി സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വഹിക്കാവുന്ന പങ്ക് എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. കടുവകളുടെ സംരക്ഷണം വനങ്ങളുടെ ജൈവവൈവിധ്യവും പരിസ്ഥിതി സന്തുലനാവസ്ഥയും നിലനിർത്താൻ നിർണായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടോജി തോമസ് അധ്യക്ഷത വഹിച്ചു. രണ്ട് പ്രധാനപ്പെട്ട ഇവന്റുകളാണ് നമ്മളിവിടെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. വേൾഡ് ടൈഗർ ഡേ ആഘോഷവും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേഷൻ ഉദ്ഘാടനവും ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളും തമ്മിൽ വളരെയധികം സാദൃശ്യം എനിക്ക് തോന്നുന്നുണ്ട്. കടുവയും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ നല്ല സാദൃശ്യം എനിക്ക് തോന്നുന്നുണ്ട്. കടുവയെ കാണാൻ നല്ല അഴകുണ്ട്, ഗാംഭീര്യം. നിങ്ങൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ കടുവ തിരിഞ്ഞു വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഉൾക്കൊള്ളിലൊക്കെ തോന്നാറുണ്ട്. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ തോമസ്, കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പൊൻകുന്നം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഹരിലാൽ കെ, സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജയേഷ് ആന്റണി, സുവോളജി അസോസിയേഷൻ പ്രസിഡന്റ് നിതിൻ ഹാൻസൺ, വൈസ് പ്രസിഡന്റ് ചിപ്പി രഘുനാഥ്, ഡോക്ടർ ജയേഷ് ആന്റണി, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരും പങ്കെടുത്തു. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ബോധവൽക്കരണ സന്ദേശം കൈമാറുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിലും യുവജനങ്ങളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐഫോറിയ ന്യൂസ്, പാലാ.